പാട്ട് നന്നായിരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. അയാൾക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോഹൻ ആരാ? എന്റെ ബ്രദറാ. ഹലോ. ആരാടിവൻ? എടാ സോറി ട്ടോ. എന്തായാലും നിനക്ക് പാതിരാത്രി ഹോട്ടൽ ബിസിനസ് മണിക്കൂർ ഉണ്ടായാലും ബാക്കിയുള്ള ഇവിടെ കുത്തിക്കാൻ തുടങ്ങിയിട്ട് ഒച്ച വെക്കാതെ നിനക്ക് അങ്ങോട്ട് വരായിരുന്നില്ലേ? ഓ നിന്റെ സ്റ്റാർ ഹോട്ടൽ ഞങ്ങളെ കേട്ടില്ലല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചില്ലറ വല്ലതും ഉണ്ടോ? ഒരു 200 രൂപ ഞാൻ. 200 രൂപയോ? എടാ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ചയേ ഉള്ളൂ. ശമ്പളം കിട്ടിയില്ല. കിട്ടട്ടെ തരാം. എന്നാ അതുവരെ ഞാനിവിടെ താമസിക്കാം. നീ വയ്ക്കോ, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവാ. പടി മോഹൻ. പ്രിയൻ വേണ്ട. താങ്ക് യു കേട്ടോ. വേടാ പോ. വനിതേ, ഇത് കുറച്ച് അന്തസ്സും അഭിമാനമുള്ള ഒരു താമസിക്കുന്ന ഹോസ്റ്റലാണ്. എന്തായിരുന്നു അവിടെ ബഹളം? അനിയൻ. മണി ഇപ്പൊ എത്രയായി? 12. മാഡം എന്റെ ജോലിയുള്ള ഇവിടെ താമസിക്കണ്ട, മനസ്സിലായോ? പിറ്റേന്ന് മേറ്റന്റെ കാല് പിടിച്ച് മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ അവിടെ തുടരാൻ അനുവാദം വാങ്ങിച്ചു. താമസിക്കാൻ ഒരു പുതിയ സ്ഥലം തേടി പല ദിവസങ്ങൾ നടന്നു. പ്രിയനും സഹായത്തിനുണ്ടായിരുന്നു. മുതലാളി വിളിക്കുന്നു. ഏത് മുതലാളി? കുഞ്ഞിപ്പാല മുതലാളി, MD. ചെല്ലേ പോയി കണ്ടിട്ട് വാ. മറ്റന്നാളത്തേക്ക് റൂംസ് എല്ലാം ബുക്ക്ഡല്ലേ പാർട്ടിയുടെ കോൺഫറൻസ്? പിന്നെ അത് നേരത്തെ പറഞ്ഞ കാര്യല്ലേ. വാ ഒരു മിനിറ്റ്. പാലോടന 500 ബുക്ക് ചെയ്ത്? അത് പിന്നെ അങ്ങനെ സ്ഥിരം മുറിയല്ലേ. അതിനടുത്ത് 2-3 മുറികൾ ഇട്ടേരെ. ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുള്ളത് കൂടാതെ വേറെ ആരൊക്കെയോ കൂടെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ കാബറക്കാരോടൊക്കെ അന്ന് വേറെ ബുക്കിംഗ് ഒന്നും പോകണ്ടെന്ന് പറഞ്ഞേര്. വേറെ ഏതൊക്കെയാ റൂംസ്? 206, 315, 303, പിന്നെ 410. സാർ പാട്ട് തുടങ്ങാൻ സമയമായി. കാണുന്ന റെസ്റ്റോറന്റിലേക്ക് അല്ലേ? പാട്ടൊക്കെ നന്നാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ പാട്ടൊക്കെ കഴിഞ്ഞ് പാതിരാത്രി ബൈക്കിൽ കയറി അങ്ങോട്ടുള്ള യാത്രയും പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങോട്ടും. ഹോസ്റ്റലല്ലേ താമസം എന്ന് പറഞ്ഞേ? എന്തിനാ വെറുതെ പൈസ വേസ്റ്റ് ആക്കുന്നത്? ഇവിടെ തന്നെ കഴിഞ്ഞു. മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ താമസം. അതുകൊണ്ട് ഇന്ന് മുതല് അല്ലെങ്കിൽ വേണം നാളെ വരുമ്പോ പെട്ടിയാട്ടിങ്ങി പോരെ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ വിളിച്ചത്? എന്നും പോയി വരണ്ട, ഇവിടെ തന്നെ താമസിച്ചാ മതിയെന്ന്. വനിത എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഒരുമിച്ച് വന്നു പോകുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറയുന്ന കേട്ടോ, ഞാനുണ്ടല്ലോ ഇവിടെ. അന്നു മുതൽ എന്റെ താമസം ഹോട്ടലിലായി. ക്യാബറെ ആടുന്ന മാഗി എന്ന സ്ത്രീയുടെ കൂടെയാണ് എന്നെ താമസിപ്പിച്ചത്. അടുത്തപ്പോൾ അവർ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് തോന്നി. എന്നെ ഇഷ്ടവുമായിരുന്നു. അവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, പാലോടൻ എന്ന രാഷ്ട്രീയക്കാരനും കുഞ്ഞിപ്പാലും കൂടി ചേർന്നാണ് ആ ഹോട്ടൽ നടത്തുന്നതെന്ന്. അയാളെ മിക്കപ്പോഴും അവിടെ കാണാമായിരുന്നു. വിവാദങ്ങളും ചേരിപ്പോരുകളും നമ്മുടെ പാർട്ടിക്ക് ഒരു പുത്തരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഈ സമയത്ത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രസ്താവനകളും മറുപ്രസ്താവനകളും ഇറക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അച്ചടക്ക ലംഘനം എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സുഖവാസ കേന്ദ്രത്തിലെ താമസത്തിനിടയിൽ നമ്മുടെ പാർട്ടിയിലെ 2 പ്രവർത്തകർ ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഇളക്കിവിട്ട കൊടുങ്കാറ്റ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ അന്തസ്,
അതായത് പാർട്ടിയുടെ ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ധാർമ്മിക നിലവാരം തന്നെയാണ് എന്ന് ഇത്തരണത്തിൽ എന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അങ്ങനെ വനിത ഉറങ്ങില്ലായിരുന്നോ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നിനക്കെന്താ ഒരു മൂഡൌട്ട് പോലെ? മനസ്സിനൊരു സുഖം തോന്നില്ല. പേടിയൊന്നും വേണ്ട വെച്ചേ, ധൈര്യമായിട്ടിരുന്നോ. ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചാ വേണ്ട, അത്രേ ഉള്ളൂ. പോയി നോക്ക്. മാഡത്തിനെ വിളിക്കുന്നു. ആരെ? പാലോടൻ സാറിന്റെ മുറിയിലേക്ക് അല്ലെന്നാ പറഞ്ഞത്. 501. അങ്ങേര് മാത്രമേ ഉള്ളോ അതോ അലവലാതെ സിൽബന്ധികളുണ്ടോ? തന്നെ ഉള്ളൂ. താൻ പോയിക്കോ, ഞാൻ വന്നോളാം. ശരി. ആ, നീ റൂം പൂട്ടിക്കിടന്നു. ഞാൻ വരാൻ വെളുപ്പാവും. വന്നിട്ട് അടുപ്പിച്ച് 3 ബെല്ലടിക്കും. അപ്പൊ തുറന്നാ മതി. വരട്ടെ. കിടന്നോന്ന് നോക്കുകായിരുന്നു. എങ്ങനെയുണ്ട് താമസമൊക്കെ? തൽക്കാലം വേറെ മുറിയൊന്നും ഇല്ലായിട്ടാ. കൊച്ചിനെ ഞാൻ നല്ലൊരു മുറി അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, ആരാ? അതെ, 402 തന്നെ. നിങ്ങളാരാ? ആ, പ്രിയനോ? എന്താടോ, സുഖം തന്നെ അല്ലേ? ആ, കൊച്ചുറങ്ങാൻ പോവാ, കൊടുക്കണ്ടല്ലോ. വേണോ? പ്രിയനാ? വേണ്ടെന്ന്. ആ, കിടന്നോ. ഹലോ. വൈകുന്നേരങ്ങളിൽ പാടുന്ന സമയത്ത് പ്രിയനെ കാണുന്നതായിരുന്നു ഒരേ ഒരു ആശ്വാസം. വനിതയ്ക്ക് പ്രിയനോട് പ്രേമമായിരുന്നു? എനിക്കിഷ്ടമായിരുന്നു. വേണമെങ്കിൽ അതിനെ പ്രേമമെന്ന് വിളിക്കാം. കേൾക്കട്ടെ. മാഗിയും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ഹോട്ടലിൽ താമസം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞിരിക്കും. ഒരു ദിവസം മാഗി പറഞ്ഞു അവൾ ഹോട്ടൽ വിട്ടു പോവുകയാണെന്ന്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് കുട്ടി. ഇന്നൊരു ഹോട്ടൽ, നാളെ മറ്റൊരു ഹോട്ടൽ, അത് കഴിഞ്ഞാൽ വേറൊരു ഹോട്ടൽ. ആ പാടുന്ന ആൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. റിഹേഴ്സലാ. റിഹേഴ്സലോ? ആ പെണ്ണേ, ഇന്ന് വലിയാൾ അതിന്റെ കൂടെ പാടാൻ പോകുന്നത്. പ്രിയൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഞാൻ അവനെ കട്ട് ചെയ്തു. എന്താ, പ്രിയൻ ഉണ്ടെങ്കിലേ പാട്ട് വരത്തുള്ളോ? അങ്ങനെയാണോ തങ്കപ്പാ? ഇല്ലാതെ വരും നോക്കാം. എന്നാ റിഹേഴ്സൽ തുടങ്ങിക്കൂ. എന്താണോ തന്റെ പേരെന്ന് പറഞ്ഞ്? വാസൻ. ആ, നന്നായിട്ടൊക്കെ നിന്നോണം. പാട്ട് മാത്രം പാടിയാ മതി. പ്രേമോ ശൃംഗാരമൊന്നും വേണ്ട കേട്ടോ. ശരി. ആ, പ്രിയൻ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയായി തുടങ്ങി. എങ്ങനെയെങ്കിലും ഹോട്ടൽ വിട്ട് പോകണമെന്നായിരുന്നു എപ്പോഴും എന്റെ ചിന്ത. പക്ഷെ പുറത്തു പോകാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും എപ്പോഴും മുറിക്ക് മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കും. എനിക്ക് ചുറ്റും ഭീതിയുടെ ഒരു വലയം സൃഷ്ടിച്ചതുപോലെയാ. തമ്പി സാർ, തമ്പി സാർ, സാറേ, തമ്പി സാറേ, തമ്പി സാറേ, സാർ. ആ,
എന്റെ പൊന്ന് സാറേ, ഇതൊക്കെ പൊതിഞ്ഞേട്ടിക്കൊണ്ടുവരാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നോ. ടിഫിൻ കാർ 2 ഇവിടെ പെട്ടു പോയില്ലേ. പതിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒഴിക്കട്ടെ? വേണ്ട, ഇന്ന് ഞാൻ കഴിക്കുന്നില്ല. രാത്രി കുറച്ച് എഴുതണം. അപ്പൊ പിന്നെ എന്റെ കോട്ടായോ? താനും കഴിക്കണ്ട. എന്നാ ഊണ് ഉൾപ്പെട്ടെ? വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇപ്രാവശ്യം വന്നിട്ട് സാറിന് എന്തോ എന്നോട് വിരോധം പോലെ. ഒരു വിരോധവും ഇല്ല വിശ്വംബര. അതൊക്കെ മനുഷ്യരുടെ ഓരോ സമയത്ത് ഓരോ മൂടുകളല്ലേ. ശരി, ഞാൻ നിന്നിട്ട് സാറിന്റെ മൂഡിന് തടസ്സമാകുന്നെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ പോയേക്കാം. ആ ടിഫിൻ കാര്യം എത്തും. എന്നാ ഫ്ലാസ്ക്. അപ്പൊ സാറേ, ഒന്നുമില്ല. അവൻ പോയി. ബാക്കി പറ, കേക്കട്ടെ. മാഗി ഹോട്ടൽ വിട്ട് പോകുന്ന ദിവസമായിരുന്നു അന്ന്. ചേച്ചിക്ക് രാവിലെ പോയാ പോരെ, ഞാൻ തനിച്ചിവിടെ. അത് പറ്റില്ല, രാത്രി തന്നെ പൊയ്ക്കോളാനാ കുഞ്ഞിപ്പാലു പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇറക്കി വിടുന്ന ടൈപ്പാ അയാള്. വെറുതെ എന്തിനാ അയാളുമായി? ഞാൻ എന്ത് ചെയ്യും ചേച്ചി? എനിക്കിവിടെ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യ. എനിക്കറിയാം നിന്റെ മനസ്സ്. ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് ശരിയല്ല. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ. നല്ല കാര്യമായി. അയാള് വിടുവോ? ചേച്ചി എങ്ങനെയെങ്കിലും പ്രിയനെ കണ്ടെന്ന് പറയാമോ? വരാൻ. പ്രിയം വന്നാൽ അവരിങ്ങോട്ട് കയറ്റിവിടത്തില്ല വനിതേ. ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങി ചെന്നോളാം. അതത്ര എളുപ്പമാണോ? പ്രിയന്റെ അഡ്രസ് ഉണ്ടോ നിന്റെ കയ്യില്? ഞാൻ പോയി പ്രിയനോട് പറയാം. ഗേറ്റിന്റെ അവിടെ വരാൻ പറയാം. റിസപ്ഷൻ, ഐ മാഗി ഹിയർ. ഞാൻ പോകാൻ റെഡിയാണെന്ന് പറ. പെട്ടിയെടുക്കാൻ ഒരു ബോയെ കൂടെ വരാൻ പറ. നീ ഒരു പാവം കുട്ടിയാ. നിനക്ക് പറ്റിയതല്ല ഇവിടുത്തെ പണി. എന്തു വന്നാലും നീ സ്വയം രക്ഷിച്ചോ, നശിക്കരുത്. 1500 വണ്ടി ചാർജും ഉണ്ട്. ഇതിലൊരൊപ്പിട്ടേ. പൈസ ഒക്കെ വാങ്ങിയില്ലേ? അടുത്ത മാസം 15-ാം തീയതി വരുമല്ലോ. പുതിയ കോൺട്രാക്ട് അന്നേരം ഒപ്പിടേ. എന്താ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ?